Good morning. Good morning. Okay. Sandhya Mola, Gayatri, Sylvia, Fasana, Vijay, Emula, Luzana, Vishnu. Okay. ഞാനിങ്ങനെ ഇടയ്ക്ക് പേര് വായിക്കുന്നതേ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് പരിചയപ്പെടുകയും കൂടി ചെയ്യാലോ, പേര് കേൾക്കുമ്പോ അറിയാലോ, അതുകൊണ്ടാട്ടോ ബാച്ചിൽ കയറുമ്പോ കുട്ടികളാണ് പേര് വായിക്കുമ്പോ അറിയാലോ ആണ്. പേഴ്സണലായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഓരോരുത്തരും ഇങ്ങനെ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് എക്സ്ട്രാ ക്ലാസ് കിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ലീവാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ സമയം കിട്ടുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണോ, സുഖമായിരിക്കണോ എല്ലാവരും? ഓക്കെ, ഒരു ക്ലാസ് കഴിഞ്ഞുള്ളൂ അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ലിസ്റ്റ് എടുത്തത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കെന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മളപ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചല്ലേ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ എന്താ നമ്മൾ പറഞ്ഞത്? ഫ്രണ്ട് ഓഫീസ് എന്താണ്? ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന, ആദ്യം ബന്ധപ്പെടുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ്. പിന്നെ നമുക്ക് ഒരു പേര് കൂടി പറഞ്ഞല്ലോ, റിസപ്ഷൻ ഏരിയ എന്നും പറഞ്ഞു അല്ലെ. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ നേരെ ഡോക്ടറിന്റെ അടുത്തേക്കല്ല ചെല്ലുന്നേ, ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് അല്ലെങ്കിൽ റിസപ്ഷനിൽ ചെന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ആദ്യം ഒരു കോഴ്സ് ആണ് ഇത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതിന്റെ ഒരു മീനിങ് കിട്ടാൻ വേണ്ടി തന്നേക്കുന്നുള്ളൂ. കസ്റ്റമേഴ്സ് ആർ ദ കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൽ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നാണ്, അൺഅറ്റൻഡഡ് തന്നെയാണ്. അതായത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുതെന്നാ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും അത് കസ്റ്റമർ ആണ് ഇമ്പോർട്ടൻസ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ആരാണ് കസ്റ്റമർ എന്ന് പറയുന്നത്? പേഷ്യൻസ് അല്ലേ. അപ്പൊ പേഷ്യൻസിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ, നല്ല സർവീസ് ഒക്കെ കൊടുത്ത് അവർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ആ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന് പേഷ്യൻസ് വേണ്ടേ? നമ്മൾ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അവിടെ കുറെ സ്റ്റാഫിനെ നിർത്തിയോണ്ട് കാര്യമില്ലല്ലോ. അവിടെ കൂടുതൽ കസ്റ്റമേഴ്സ്, അതായത് പേഷ്യന്റ് ചെന്നാലല്ലേ ആ ഹോസ്പിറ്റല് നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഫിറ്റിലേക്ക് വരുള്ളൂ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം, ഇപ്പൊ ഇതിന് ബിസിനസ്സിലാണെങ്കിൽ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? എപ്പോഴും കസ്റ്റമേഴ്സിന് തന്നെയാണ്. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ ചെന്നോ, നമ്മളോട് നല്ല രീതിയിൽ, നമ്മൾ കസ്റ്റമറാണ്, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്താലാണ് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടാവുമോ? നമ്മളൊരു മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളൊന്നും നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും ആ ഷോപ്പിലേക്ക് പോകാൻ ആരും താല്പര്യപ്പെടില്ല അല്ലെ. നമ്മൾ വേറെ ഷോപ്പിലേക്ക് പോകുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് കേട്ടോ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. കസ്റ്റമേഴ്സ് ആർ ദ കിങ്സ് ആൻഡ് ദ കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. കസ്റ്റമർ എന്ന് പറയുന്നത് രാജാവാണ്, കിങ്സ് രാജാക്കന്മാരാണ്. ആ രാജാവിനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ കസ്റ്റമറിന് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. Okay, a medical receptionist is an inevitable part of well functioning of healthcare team. ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഏറ്റവും നല്ല ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ നല്ലൊരു പ്രവർത്തനത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഏതൊരു ഹോസ്പിറ്റലിൽ അതിനെ സംബന്ധിച്ചും അതിന്റെ നല്ല പ്രവർത്തനത്തിന് ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ടുള്ള ഭാഗമാണ്. Doctors, nurses and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming and well organized front office
for patient and to facilitate the well functioning of the hospital. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഡോക്ടർമാര്, നേഴ്സുകള്, മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഇവരെല്ലാവരും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആരെ ആശ്രയിച്ചിരിക്കുന്ന? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി എന്താണ് അവര് റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യണത്? എന്തിനാണ്? To create a friendly, welcoming and a well-organized front office for patients. Patientsന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള, നല്ല വെൽ ഓർഗനൈസ്ഡ്, നല്ല ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലുള്ള നമുക്കൊരു നല്ലൊരു ഫ്രണ്ട് ഓഫീസ് പേഷ്യന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ, സൃഷ്ടിക്കാനായിട്ട്. പിന്നെയോ and to facilitate well functioning of the hospital. ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനം സുഗമമാക്കുന്നതിന്, the well functioning of the hospital. ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനം സുഗമമാക്കുന്നതിനും ഇവര് ഡോക്ടേഴ്സും നേഴ്സസും മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആരെ ആശ്രയിക്കുന്നു? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ആ ഒരു പാരഗ്രാഫ് അല്ലേ പറഞ്ഞു നിർത്തിയത്? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്. കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടേഴ്സും നേഴ്സസും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ്, പേഷ്യൻസിന് വേണ്ടിയിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള, നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് സൃഷ്ടിക്കാനും പിന്നെ ആ ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനത്തിനും ഇവര് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് അതിൽ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഡാഷ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഓഫ് ഹെൽത്ത് കെയർ ടീം. അങ്ങനെ വേണ്ടി ചോദിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാ. അവർ എന്തിനാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, friendly, welcoming and well organized front office for patient in the well functioning of the hospital. അതുകൂടി വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, അടുത്ത പാരഗ്രാഫ്. The principal function of the front office. ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്തൊക്കെയാണ് നോക്കിയേ. The need for professionally trained hospital front office executive. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യകത എന്താണ്? പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള, നല്ല പരിചയ സമ്പന്നമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യകത എന്താണ്? Okay, different from other service industry, the hospital is where the people come to visit when either or their close ones are unwell. നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുന്നേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ്, നമ്മുടെ റിലേറ്റീവ്സിനോ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ നമുക്ക് എന്തെങ്കിലും സുഖം ഇല്ലാതെ അവര് ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നേ. അല്ലാതെ നമ്മൾ ആരും വെറുതെ ഒരു എന്താ പറയാ, ഒരു ചുമ്മാതെ ഒന്നും ഹോസ്പിറ്റലിൽ പോവില്ലോ. നമ്മളല്ലാത്ത സ്ഥലങ്ങളിൽ പോണല്ലോ ഹോസ്പിറ്റലിൽ പോവില്ലോ. ഈ രണ്ടാവശ്യങ്ങൾക്കല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ. നമുക്ക് അസുഖം വരും, നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, സുഖമില്ലെങ്കിൽ അവരെ ഒന്ന് കാണാനും അങ്ങനെയൊക്കെയല്ലേ പോണേ. അല്ലാതെ പോകാറുണ്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്? വെറുതെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മള് സിനിമയ്ക്ക് പോണ പോലെ ഒക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ രണ്ട് കാര്യങ്ങൾക്കാ പോകുന്നത്. അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? This makes the people come to the hospital impatient. Impatient എന്ന് പറഞ്ഞ അക്ഷമര്. അറിയില്ലാത്തൊരു മീനിങ് കൊണ്ട് എഴുതി വെച്ചോട്ടോ. Impatience, അക്ഷമര്. Then anxious. Anxious എന്ന് പറഞ്ഞ ആകാംക്ഷ നിറഞ്ഞ, ആകാംക്ഷ. And curious എന്ന് പറഞ്ഞ ജിജ്ഞാസ, ഉത്കണ്ഠ, ജിജ്ഞാസ. അപ്പോ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആളുകള് എങ്ങനെയായിരിക്കും? ഇംപേഷ്യന്റ്, ആൻഷ്യസ് ആൻഡ് ക്യൂരിയസ്. അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോ ഒരു വയ്യാതെ ചെല്ലുന്നെങ്കിൽ നമ്മളെന്താ, നമുക്ക് കുറെ നേരം 1 മണിക്കൂറൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചീട്ടെടുക്ക 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, നമുക്ക് പറ്റുമോ? നമ്മൾ അക്ഷമരാണ്.
അല്ലെ? നമുക്ക് പെട്ടെന്ന് ചെന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് പോണം. അതല്ലേ നമ്മുടെ ഇത്. പിന്നെ അതുപോലെ നമുക്ക് പല അയ്യോ എന്തായിരിക്കും അസുഖം, അല്ലെങ്കിൽ എന്താണ് ഡോക്ടർ പറയുന്നത്, അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ക്യൂരിയസ്, ജിജ്ഞാസ, അവർക്ക് ഇങ്ങനെയുള്ള ഇതാണ്. നമ്മളെപ്പോഴും ഒരു എന്താ പറയാ, ഒരു ടെൻസ്ഡ് ആയിരിക്കും അല്ലെ? നമ്മൾ ഫ്രീ ആയിട്ടല്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു അക്ഷമരായിരിക്കും, അല്ലെങ്കിൽ ഉത്കണ്ഠ നിറഞ്ഞവരൊക്കെ ആയിരിക്കും. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നേ, അല്ലെങ്കിൽ എന്ത് മരുന്നാ തരുന്നേ, എന്ത് അസുഖം എനിക്ക്, അങ്ങനെയൊക്കെ പല ചിന്തകളായിരിക്കും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസിന്. Here comes the importance of necessity of handling such a patient or their family members with the more professionalism, sympathy, empathy, courtesy, following all hospital operational protocols. എന്താ പറഞ്ഞേക്കുന്നേ? സിമ്പതി എന്ന് പറഞ്ഞേക്കാ സഹതാപം. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. കേഴ്സി എന്ന് പറഞ്ഞാൽ മര്യാദ. ഫോളോയിങ് ഓൾ ഹോസ്പിറ്റൽ ഓപ്പറേഷണൽ പ്രോട്ടോകോൾ, നിയമങ്ങൾ, ഹോസ്പിറ്റലിലെ പ്രവർത്തനപരമായിട്ടുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ, ഇതൊക്കെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്, ഓപ്പറേഷണൽ പ്രോട്ടോകോൾസ്. അപ്പൊ നോക്കിയേ, അപ്പൊ അങ്ങനെ നമ്മളിപ്പോ എന്താ പറയാ, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് നമ്മൾ പറഞ്ഞ അക്ഷമരായിരിക്കും, ഭയങ്കര ഉത്കണ്ഠ നിറഞ്ഞവരായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന, അവർ ആദ്യം ചെന്ന് കയറുന്നത് ഫ്രണ്ട് ഓഫീസിലേക്കാണ് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് അങ്ങനെ നമ്മൾ വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാ? നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെ? അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ അവരെ കൈകാര്യം ചെയ്യണം. അവർ നോക്കിയേ, വിത്ത് മോർ പ്രൊഫഷണലിസം, അവര് തൊഴിൽപരമായിട്ട്, അല്ലെങ്കിൽ കേഴ്സി എന്ന് പറഞ്ഞാൽ മര്യാദയോടുകൂടി. അപ്പൊ അവർ ആ തൊഴിൽപരമായിട്ട്, അല്ലെങ്കിൽ അവർക്കുടെ ഡ്യൂട്ടി എന്താ? ആ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതല്ലേ? റിസപ്ഷൻ, പിന്നെ ബുക്കിംഗ് കൊടുക്കുക, അവരെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അവരുടെ തൊഴിൽപരമായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടും, സിമ്പതി, അവരോടൊരു സഹതാപത്തോടു കൂടിയും, സഹാനുഭൂതിയോട് കൂടിയും, മര്യാദയോട് കൂടിയും എങ്ങനെ ചെയ്യണം? ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച്, പ്രവർത്തനപരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ആ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം അല്ലേ? അല്ലാതെ വന്നു കയറി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകോ? ഞാൻ പോകില്ല. നിങ്ങൾ പോകോ? നമ്മളപ്പോ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നവർ ഭയങ്കര ചൂടന്മാരാണ്, ഒന്നും ചോദിച്ചാൽ പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ ഇത് നമ്മളോടൊരു ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പിന്നെ പോകോ? നിങ്ങൾ പോകോ? ഇല്ല അല്ലേ? നമ്മൾ പോകൂല. നമ്മൾ പോകൂല. നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ബന്ധുക്കളോടും പറയാം, അയ്യോ ആ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ, അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നവർ തന്നെ ഭയങ്കര സാധനങ്ങളാണ്, അപ്പൊ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കാണാനൊക്കെ പറയും അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെല്ലുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകള്, അതായത് ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യണം? ആ വന്ന പേഷ്യൻസിനോട്, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോടൊക്കെ നല്ലൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ നല്ല സിമ്പതിയോട് കൂടിയും, നല്ല സഹാനുഭൂതിയോട് കൂടിയും, മര്യാദയോട് കൂടിയും, ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളൊന്ന് കമ്പട്ടെ അല്ലെങ്കിൽ എസ്ഇട്ടെ. എന്നാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല അല്ലെ? ഇതൊക്കെ ഒന്ന് വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ. അടുത്ത് നോക്കിയേ, the front office is a department of the hospital which directly makes contact with the patient where they first arrive. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നോക്കാം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? She said department. ഒന്ന് ചോദിക്കുക എക്സാമിന്. The front office is a department of the hospital which directly make the contact with the patient where they first arrive. Patients നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫ്രണ്ട് ഓഫീസ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ.
അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. Dash is a department of the hospital which directly makes contact with the patient. Patient ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. The staff of this department are directly family members. ഉണ്ടോ? ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. നമ്മളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നല്ല രീതിയിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയോ അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കോ, അങ്ങനെ അവർക്ക് നല്ല രീതിയിൽ തന്നെ അവരെ ഹാൻഡിൽ ചെയ്യണം. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. It function as a central point of contact across the organization. ഒരു ഓർഗനൈസേഷനിലുടനീളം കോണ്ടാക്റ്റിന്റെ ഒരു കേന്ദ്ര സ്ഥാനം, ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് ഫ്രണ്ട് ഓഫീസ് ആണ്. കണ്ടോ? അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താ? ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുടനീളം, ഒരു സംഘടനയിലുടനീളം കോണ്ടാക്റ്റിന്റെ ഒരു പോയിന്റ് ആണ് അക്രോസ് ദ ഓർഗനൈസേഷൻ. ഇതാണ് ഫ്രണ്ട് ഓഫീസ്. The department maintains information and records of all the patients of the hospital. Underline ചെയ്തിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു? എന്താണ്? ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡ്സ്, അവരെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ്, വിവരങ്ങള് എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. The department maintains information and the records of all the patients of the hospital. Underline ചെയ്തോ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ? എന്തൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? Information and the records of all the patients of a hospital. ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യണം. It also play an important role in forming overall impression of a service provided by the organization. ഈ അടുത്ത് എന്താ പറഞ്ഞിരുന്നേ? It also play, അതായത് ഫ്രണ്ട് ഓഫീസ് also play an important role, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിലാ? In forming overall impression of the service provided by the organization. ആ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് നൽകുന്ന സർവീസില് ഒരു ഓവറോൾ ഇംപ്രഷൻ കിട്ടുന്നതിന്, ഫോം ചെയ്യുന്നതിന് ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളിപ്പോ നമ്മള് എന്താ പറയാ, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ കയറി ചെയ്യുന്നു. അവിടെ നമ്മളോട് ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇടപെടുന്ന, അവിടെ ചെല്ലുമ്പോ അവര് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഒരു ഓവറോൾ ഇംപ്രഷൻ കിട്ടൂലേ? ഇത് കൊള്ളാം, ഇവിടെ എല്ലാം ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണ് അല്ലേ? നമുക്ക് എല്ലാം ഒരു ഓവറോൾ ഒരു ഇംപ്രഷൻ കിട്ടും. നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകള് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് നമ്മളോട് നല്ലോണമൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇത് വരൂലേ? കൊള്ളാം അല്ലേ, നല്ലതാണ്, ഇവിടുത്തെ സർവീസ് നല്ലതാണ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇംപ്രഷൻ കിട്ടൂലേ നമുക്ക്? അതിലും ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഇംപ്രഷൻ കിട്ടാൻ ഈ ഫ്രണ്ട് ഓഫീസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കിട്ടിയോ പാരഗ്രാഫ്? ഒന്നാമത്തെ ഇതിനകത്ത് എന്താ പറഞ്ഞത്? എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്നാണ് പറഞ്ഞത്. ഒരു പേഷ്യൻസ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ആ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റാഫുകള് ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. പിന്നെ അതിനകത്ത് ഒരു ഓർഗനൈസേഷന്റെ ഒരു സെൻട്രൽ പോയിന്റ്, ഒരു കേന്ദ്ര സ്ഥാനമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. അത് എന്താണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും റെക്കോർഡുകളും അവർ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ആ ഹോസ്പിറ്റലിന്റെ ഓവറോൾ ഇംപ്രഷൻ കിട്ടുന്നതിന്, ആ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ഓവറോൾ ഇംപ്രഷൻ കിട്ടുന്നതിനും ഈ ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാക്കാൻ പറ്റുള്ളേ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോരാൻ പറ്റുള്ളേ?
സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത് നോക്കി മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത്? Front office desk position is often the first person that patient or their well-wishers interact with while contacting with the hospital. ഇനി നിങ്ങളൊന്ന് നോക്കാട്ടോ. ഫ്രണ്ട് ഓഫീസ് എന്നാണോ ഓപ്ഷനിൽ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ആണോ ഓപ്ഷനിൽ നിന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഡാഷ് പൊസിഷൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഫ്രണ്ട് ഡെസ്ക് എന്നായിരിക്കും. ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. Dash is often the first person that the patient or their well-wishers interact while contacting with the hospital. Hospital patients അവരുടെ well-wishers അല്ലെങ്കിൽ അവരുടെ relatives ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അത് ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി നിങ്ങൾ. ഫ്രണ്ട് ഓഫീസ് എന്നാണെങ്കിൽ അതെടുത്ത് എഴുതാം, ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്നാണെങ്കിൽ അതെടുത്ത് എഴുതാം. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. Front desk position is often the first person that patient or their well-wishers interact while contacting with the hospital. Hospital contact ചെയ്യുമ്പോൾ patient അല്ലെങ്കിൽ well-wishers അവര് കോണ്ടാക്ട് ചെയ്യുന്ന interact ചെയ്യുന്ന ആദ്യത്തെ സ്ഥലമാണ്, ആദ്യത്തെ പൊസിഷൻ ആണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. നോക്കിയേ, so they are essentially the face and the body of the hospital. Underline ചെയ്തേ. ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? എസെൻഷ്യലി ഫേസ് ആൻഡ് വോയിസ്. ഫേസ് ആണ്, മുഖമാണ്, വോയിസ് ശബ്ദവുമാണ് ദ ഹോസ്പിറ്റലിലെ. ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആൻഡ് ഫോർ ദിസ് റീസൺ, ഈ കാരണം കൊണ്ട് they play an important role in the representing the organization. ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രതിനിധീകരിക്കുന്നതിന് ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട്, ഏത് കാരണം കൊണ്ടാ? ഈ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഫേസ് ആൻഡ് വോയിസ്, ഫേസും മുഖവും അതുപോലെ തന്നെ ശബ്ദവുമാണ്. നമ്മൾ ആദ്യം ചെല്ലുന്ന സ്ഥലമല്ലേ, അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് അതിന്റെ ഒരു മുഖമാണ്. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ നമ്മൾ ഫസ്റ്റ് നമ്മൾ അവരുടെ മുഖത്തേട്ടല്ലേ നോക്കുന്നേ, അല്ലെ? ഫേസ് ആൻഡ് വോയിസ്, അതിനെ കാണുന്നതും നമ്മുടെ അതിന്റെ ശബ്ദവുമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓഫീസ് എന്താണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിന് representing the organization. ആ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തെ, ഈ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കി. വാട്ട് ഈസ് കസ്റ്റമർ നീഡ്സ്? കസ്റ്റമർ വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? നമ്മൾ എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ എന്താ മലയാളം കസ്റ്റമറിന്റെ? എന്താണ് മലയാളത്തില് കസ്റ്റമർ എന്ന് പറഞ്ഞ ആരാണ്? ഉപഭോക്താക്കൾ, അല്ലെ? വാട്ട് ഡസ് ദ ടൈം കസ്റ്റമർ മീൻസ്? ഇപ്പൊ ഞാനൊരു സാധനം കൊടുത്തു, അത് വാങ്ങുന്ന ആളുകൾ, അല്ലെ? അത് മേടിക്കുന്ന ആളുകളെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ്. അപ്പൊ എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേം മീൻ ചെയ്യുന്നത്? A customer is referred to as individual or household that purchase goods and services generated with the economy. Economy എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥ. ഗുഡ്സ് എന്ന് പറഞ്ഞ എന്താ? സാധനങ്ങള്. സർവീസസ് എന്ന് പറഞ്ഞ സേവനങ്ങള്. ഗുഡ്സ് സാധനങ്ങള്, ചരക്കുകള് എന്നൊക്കെ പറയാം. സർവീസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഒരു സേവനങ്ങളാണ് സർവീസ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ആളുകളുടെ ഒരു കൂട്ടാണ്. ഇൻഡിവിജ്വൽ ആവാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകാം ഹൗസ് ഹോൾഡ്. ഈ നോക്കിയ സെന്റൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ദാറ്റ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്തിൻ ദ എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ ഗുഡ്സോ സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി കേട്ടിട്ട് പരിചയമുള്ള ഒരു വേർഡ് തന്നെയല്ലേ?
കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറഞ്ഞ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന, വാങ്ങുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെയാണ് കസ്റ്റമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഡിഗ്രിക്ക് ഉണ്ട്, പഠിക്കാനുണ്ട് അല്ലെ? കസ്റ്റമർ ഡിഗ്രിക്ക് പഠിക്കാനുണ്ട്. ശരിയാ. നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒരു ഉപഭോക്താവ്, നമ്മളൊരു സാധനം അത് മേടിക്കുന്ന ആൾക്കാരെയാണ് അല്ലെ? ഓക്കെ. ഇനി അടുത്ത പേജിലേക്ക് വരാം നമുക്ക്. The word is historically derived from custom. ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കും. The customer എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. അണ്ടർലൈൻ ചെയ്തിട്ടെ. The word is historically derived from custom. അപ്പോ കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ചരിത്രപരമായി, ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞ എന്താ? ചരിത്രപരമായിട്ട് ഡിറൈവ് ചെയ്തത്, ഒറിജിനേറ്റ് ചെയ്തത് ഏത് വേർഡിൽ നിന്നാണ്? കസ്റ്റം. അണ്ടർലൈൻ ചെയ്തോ? എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ? കസ്റ്റം. നോട്ട് ചെയ്യുന്നവര് ജസ്റ്റ് ആ വേർഡ് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. കസ്റ്റം, കസ്റ്റമർ ഏത് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തു? കസ്റ്റം. ഓക്കെ, കസ്റ്റം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ വേർഡ് കസ്റ്റമർ ഈസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം ഡാഷ്. അങ്ങനെയായിരുന്നു. ഏത് വേർഡാണ്? കസ്റ്റം. ഇനി അതിന്റെ മീനിങ് എന്താ? മീനിങ് ഹാബിറ്റ്. മീനിങ്ങും ചോദിക്കാറുണ്ട്. വാട്ട് ഡസ് ദ ടേം കസ്റ്റം മീൻസ്? എന്താണ് കസ്റ്റം എന്ന് പറഞ്ഞ ടേം എന്താ മീൻ ചെയ്യുന്നത്? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞ എന്താ? സ്വഭാവം അല്ലെങ്കിൽ ശീലം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവം അല്ലെങ്കിൽ ശീലമാണ് ഹാബിറ്റ്. കസ്റ്റം മീനിങ് ഹാബിറ്റ്. ഹാബിറ്റ് സ്വഭാവം അല്ലെങ്കിൽ ശീലം. കിട്ടിയോ? രണ്ട് ക്വസ്റ്റ്യൻ അവിടെ കിട്ടിയില്ലേ? ഫസ്റ്റില് നമ്മൾ ആ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തു. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. വാട്ട് ഇസ് ദ മീനിങ്? എന്താണ് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? ഹാബിറ്റ്. 3 ക്വസ്റ്റ്യൻ കിട്ടി അവിടെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നോക്കിയേ എന്താണ് പറഞ്ഞേക്കുന്നത്. എ കസ്റ്റമർ ഈസ് someone who frequently consists a particular shop and make it a habit to purchase from there, and with whom the shopkeeper had to maintain relationship to keep his or her custom, which means expected purchase in the future. എന്താ പറഞ്ഞേക്കുന്നത്? A customer is someone who frequently consists a particular shop. Frequently എന്ന് പറഞ്ഞാൽ പതിവായി. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞ എന്താ? ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് നമ്മൾ തുടർച്ചയായിട്ട് സാധനങ്ങൾ വാങ്ങുന്നവരെയാണ് കസ്റ്റമർ. ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ഷോപ്പ് ഉണ്ടോ? നിങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടോ ഷോപ്പില്? ഷോപ്പൊക്കെ ഉള്ളവരുണ്ടോ ഇവിടെ കൂട്ടത്തില്? എന്തെങ്കിലും ബിസിനസ് ഇങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ടോ? ഷോപ്പൊക്കെ ഉള്ളവര് ഉണ്ടോ? ആരുല്ലേ? കസ്റ്റമർ എന്ന് പറഞ്ഞ നോ, ഇല്ല, ആർക്കില്ല. ഉണ്ട് മാം. അപ്പൊ നിങ്ങൾക്കത് അലക്ക MS കുമാർ. അപ്പൊ അത് നിങ്ങൾക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലേ? സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടോ? സ്ഥിരം ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാ നമ്മള് ഒരു പ്രത്യേക ഷോപ്പിൽ നിന്ന് പതിവായിട്ട് സാധനങ്ങൾ വാങ്ങുന്നവരാണ് കസ്റ്റമർ അല്ലേ? ഒരു ദിവസം വന്ന് പോയല്ല. നമ്മൾ ചില ആളുകളുണ്ടല്ലോ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർക്ക് പതിവായിട്ട് ആ ഷോപ്പിൽ, ആ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവര്. ആൻഡ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം ദെയർ. അവർക്കൊരു ഹാബിറ്റ് ഉണ്ടാവാം, ഒരു സ്വഭാവം ഉണ്ട്. എന്താ? സ്ഥിരമായിട്ട് നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അവരാണ് കസ്റ്റമേഴ്സ്. ആൻഡ് വിത്ത് whom the shopkeeper had to maintain the relationship to keep his or her customs. അപ്പൊ നോക്കിയേ, അപ്പൊ അവര് എന്ത് ചെയ്യണം? ആ ഷോപ്കീപ്പർ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. വേണ്ടേ?
അല്ലേ? ഞാനിപ്പോ ഒരു ഷോപ്പ് ഇട്ടു, ഞാനിപ്പോ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ നല്ലോണം പെരുമാറണ്ടേ? നമ്മൾ വരുമ്പോ തന്നെ വെൽക്കം ചെയ്യും, എന്താണ് എനിക്ക് വേണ്ടത്, നിങ്ങളോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് വരും, അല്ലേ? വേണം. അന്ന് അങ്ങനെ ഉണ്ടെങ്കിലാ നമ്മൾ വരുവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് 100 കടകളുണ്ട് അല്ലെ, നമുക്ക് വേറെ കടകളിലേക്ക് 100 പ്രാവശ്യം അവിടെ കയറുള്ളൂ. ഞാൻ അങ്ങനെയാണ്. നമുക്ക് നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ കസ്റ്റമേഴ്സിനാ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അപ്പൊ കസ്റ്റമേഴ്സിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് ഈ ഷോപ്പ് കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ കസ്റ്റംസ് അവരോട് നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു ഹാബിറ്റ്, നല്ലൊരു സ്വഭാവം, അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ ഞാനിപ്പോ ഷോപ്പ് ഇട്ടു, ഞാൻ എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ അത്? എന്റെ മനസ്സിൽ എന്താ ഉദ്ദേശം? എന്തായിരിക്കും ഉദ്ദേശം? വീണ്ടും അവര് എന്റെ കടയിലേക്ക് തന്നെ വരണമെന്നല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പെരുമാറുന്നേ, അല്ലെ? ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെയും വരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെ എന്താ പറയാ, ഇനിയും എന്റെ കടയിലേക്ക് എന്നെ വീണ്ടും പർച്ചേസ് ചെയ്യാൻ വരണം. അതാണ് എന്റെ ഒരു ഉദ്ദേശം, അല്ലെ? വിച്ച് മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. എന്താണ്? അവർക്ക് ഇനി ഭാവിയിലും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലെ? നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ആവാൻ പിന്നെ വീണ്ടും എന്താ, അവര് പിന്നെ വരണ്ടേ? അപ്പൊ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയി, അല്ലെ? അപ്പൊ നമ്മുടെ സാധനങ്ങൾ വേഗം വേഗം ചെയ്തപ്പോ ആവും. അതുകൊണ്ട് നമ്മളോട് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആ ഷോപ്പ് കീപ്പറിനെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? വീണ്ടും ഭാവിയിലും ഫ്യൂച്ചറിലും, അതായത് ഭാവിയിലും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം അവർക്ക്, അല്ലെ? അല്ലെങ്കിൽ അത് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? വീണ്ടും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ്, പ്രതീക്ഷ, മീൻസ് എക്സ്പെക്റ്റഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലും ഇനിയും അവര് നമ്മുടെ കടയിലേക്ക് പർച്ചേസ് ചെയ്യാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെ? അതിന് വേണ്ടിയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നോക്കിയേ, തേർഡ് പോയിന്റ് എന്താ? കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഈ കസ്റ്റമർ നീഡ്സ് എന്ന് പറഞ്ഞാ കസ്റ്റമറിന്റെ ആവശ്യകത, കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ്, എന്താ ഡിഫൈൻ ചെയ്തേ? ഗുഡ്സ് ഓർ സർവീസസ് എ കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ. ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഗോൾസ്. ഓക്കെ, ലക്ഷ്യം. ഇനി നോക്കി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആർ ഗുഡ്സ് ഓർ, സാധനങ്ങളാകാം സേവനങ്ങളാകാം. എങ്ങനെ? കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് എ സ്പെസിഫിക് ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കസ്റ്റമറിന് ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമറിന്റെ ആവശ്യകത, അതായത് അവർക്കടെ സാധനങ്ങളോ സർവീസുകളോ അതാകാം കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആകാം എന്ത്? കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ വീട്ടില് ഞാനൊരു ഫംഗ്ഷൻ വെച്ചു, അപ്പൊ അവിടെ എനിക്ക് എന്താ കുറെ സാധനങ്ങൾ അവർ ലിസ്റ്റ് ഇട്ടു, ഇന്ന സാധനങ്ങൾ വാങ്ങുന്നോണ്ട്. അപ്പൊ എന്റെ ഒരു നീഡ് എന്താണ്? എന്റെ ഒരു ഗോൾ എന്താണ്? ആ ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്തണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടി എനിക്ക് എന്ത് വേണം? എനിക്ക് അതിനുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങണം, അല്ലെ? അപ്പൊ ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സോ സാധനങ്ങളോ സേവനങ്ങളോ ആകാം കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് കസ്റ്റമർ നീഡ്സ്. Customer needs may be defined as goods or services a customer needs to achieve a specific goal. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആകാം.
ഇനി അടുത്ത് നോക്കിയാൽ കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്. ഈ കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകൾ. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓക്കെ, എക്സ്പെക്ടേഷൻ പ്രതീക്ഷകൾ. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ്. ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാൽ സ്വാധീനിക്കുക. എന്തിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്? കൾച്ചറൽ വാല്യൂസ്. കൾച്ചറൽ വാല്യൂസ് സാംസ്കാരിക മൂല്യങ്ങൾ. സാംസ്കാരിക മൂല്യങ്ങള്, അഡ്വർടൈസിങ് പരസ്യങ്ങള്, മാർക്കറ്റിംഗ് വിപണനങ്ങള്, and other communication, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസ് ബോത്ത് വിത്ത് സപ്ലയർ ആൻഡ് വിത്ത് അതർ സോഴ്സ്. സപ്ലയറും മറ്റുള്ള സോഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. ഇതിനൊക്കെ സ്വാധീനിക്കുന്നത് കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാംസ്കാരിക മൂല്യങ്ങള്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ്. ഇതെല്ലാം കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അല്ലെ, നമ്മൾ പല പല പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പല സാധനങ്ങളും നമ്മൾ വാങ്ങുന്നില്ലേ? അല്ലെ, അതിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ലേ, ഒരു സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ലേ അഡ്വർടൈസിങ്? അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, വിപണനം, മാർക്കറ്റിംഗ് തന്ത്രങ്ങള്, അല്ലെ, പല മെത്തേഡുകള്, അതുപോലെ പല കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. Customer expectations are influenced by cultural values, advertising, marketing and communication. ആരൊക്കെ തമ്മില്? both with the supplier and with other sources. സപ്ലയർ മറ്റുള്ള സോഴ്സുകൾ, അതിന്റെ ഉറവിടങ്ങളുമായിട്ട്, അല്ലെങ്കിൽ അതെവിടെ നിന്ന് ലഭിക്കുന്നേ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം കസ്റ്റമറിന്റെ പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി അടുത്ത് നോക്കിയേ. അപ്പൊ അത്രയുമാണ് 4 പോയിന്റ്സ് ആണ് കേട്ടോ കസ്റ്റമർ എന്നുള്ളതിന്. വാട്ട് ഈസ് കസ്റ്റമർ എന്നുള്ള ഇതിനകത്ത് വരുന്നത്. കസ്റ്റമർ എന്താണെന്നുള്ളതിന് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ അത് വേർഡ് ഡിറൈവ് ചെയ്തത് കസ്റ്റം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ഹാബിറ്റ് എന്നാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ അതിനകത്ത് വേണമെങ്കിൽ ആ രണ്ടാമത്തെ സെന്റൻസിന്റെ ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് കീപ്പർ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത കസ്റ്റമർ നീഡ്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ അടുത്ത പോയിന്റിൽ പറഞ്ഞത് കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അങ്ങനെ 4 പോയിന്റ്സ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കസ്റ്റമർ സർവീസ് ആണ്. എന്താണ് കസ്റ്റമർ സർവീസ്? കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. കസ്റ്റമർ സർവീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ക്ലയന്റ് സർവീസ് is a provision of service to customer before, during and after purchase. അപ്പൊ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? is the provision, വ്യവസ്ഥ, ഒരു പ്രൊവിഷൻ ആണ് ഓഫ് സർവീസ് ടു കസ്റ്റമേഴ്സ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. അല്ലെ, നമ്മളൊരു സാധനം വാങ്ങുന്നതിന്, സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങുന്നതിന് മുമ്പും വാങ്ങുമ്പോഴും വാങ്ങിയത് ശേഷവും ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു സേവനമാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Customer service is the provision of service to customer before, during and after the purchase. പർച്ചേസിന് മുമ്പ്, പർച്ചേസ് സമയത്ത്, പർച്ചേസിന് ശേഷവും നൽകുന്ന സേവനമാണ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്ലയന്റ് സർവീസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട് എന്നാണ് കേട്ടോ. അതൊരു ആക്ട് ആണ്. 2002 ഇറങ്ങിയ ഒരു ആക്ട് ആണ് ACT. അക്കോർഡിംഗ് ടു ടർബാൻ ആക്ട് എന്നാണ് കേട്ടോ. അത് ACT.
2002. ടർബൈൻ ആക്ട് 2002 ടർബൈൻ ആക്ട് അനുസരിച്ചിട്ട് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞ എന്താ? കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഇംപ്രൂവ് ചെയ്യാൻ, അതിന്റെ ലെവല്, കസ്റ്റമറിന്റെ സംതൃപ്തി, അതിന്റെ ലെവല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്, അതിനെയാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ്. എന്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തേക്കുന്നതാ? ഒരു കൂട്ടം ആക്ടിവിറ്റീസ് ആണ്. എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തതാണ്? ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സംതൃപ്തി, അതിന്റെ ലെവല് കൂട്ടാൻ. അല്ലെ, നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കസ്റ്റമർ സംതൃപ്തനാണ്, അതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ, അത് ഉയർച്ചയിലേക്ക് എത്തും. ഹോസ്പിറ്റൽ ആണെങ്കിലും അതെ, പേഷ്യൻസ് എത്രത്തോളം അവർ കൊടുക്കുന്ന സർവീസിന് സംതൃപ്തരാണ്, അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരും. അല്ലെ, അത് അപ്പൊ ഹോസ്പിറ്റലില് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും, ഹോസ്പിറ്റലിൽ നല്ല ഇംപ്രൂവ് ആവും, അല്ലെ, നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തും. അപ്പൊ ആ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷന്റെ ലെവല് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്, അതാണ് കസ്റ്റമർ സർവീസ്. That is the feeling that a product or service has met the customer expectation. അപ്പൊ അതെന്താ മീൻ ചെയ്യുന്നത്? അവിടെ that is the feeling that the product or service, ആ ഒരു പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ സർവീസ്, ഒരു സേവനമാകാം, has met the customer expectation. കസ്റ്റമറിന്റെ പ്രതീക്ഷ അത് മീറ്റ് ചെയ്യുന്നതായിരിക്കണം. അല്ലേ? ഇപ്പൊ ഞാൻ സംതൃപ്തരാണെന്ന് പറഞ്ഞാൽ എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു സർവീസ് കിട്ടിയാലേ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാലേ ഞാൻ അതിന് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അല്ലെ, കസ്റ്റമറിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ? അല്ലെ, അതാണ് നല്ലൊരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഹാസ് മെറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. കസ്റ്റമറിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അത് അവിടെ ലഭ്യമാകുന്നുണ്ടോ? കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ, ഇനി ആർക്ക് കസ്റ്റമർ സർവീസ് കൊടുക്കാം? കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്. ബിസിനസ്സിലാണെങ്കിൽ കസ്റ്റമർ സർവീസ് ആർക്ക് കൊടുക്കാം? സെയിൽസ്മാന് കൊടുക്കാം. അല്ലെ, ബിസിനസ്സിലാണെങ്കിൽ കസ്റ്റമർ സർവീസ് സെയിൽസ്മാന് കൊടുക്കാം. അല്ലെ, ഹോസ്പിറ്റലിലാണെങ്കിൽ കസ്റ്റമർ സർവീസ് ആർക്ക് കൊടുക്കാൻ പറ്റും? ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കാം. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ്. കസ്റ്റമർ സർവീസ് സെയിൽസ്മാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സിനോ കൊടുക്കാം. ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവിന് കൊടുക്കാം. ഇനി ബിസിനസ്സിലാണെങ്കിൽ സെയിൽസ്മാന് കൊടുക്കാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്. അടുത്ത നോക്കിയ നെക്സ്റ്റ് സെന്റൻസ് എന്താ? ഓൾസോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ്, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാം? ഇന്റർനെറ്റ് സർവീസിന് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് വഴി അല്ലെ, ഓൺലൈൻ ആയിട്ടൊക്കെ നമുക്ക് നെറ്റ് വഴിയൊക്കെ ഒത്തിരി കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റില്ലേ? അല്ലെ, വീട്ടിലിരുന്നിട്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് നേരെ നെറ്റിൽ കൂടെ കയറി തന്നെ ഒത്തിരി സർവീസുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ചോദിക്കാട്ടോ. കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ് ആ രീതിക്ക് എടുക്കാം. The medical receptionist is often the first person with whom the patient has with the medical facility. വീട്ടിൽ പറഞ്ഞേക്കുന്നേ കണ്ടോ? The medical receptionist എന്ന് പറഞ്ഞ എന്താണ്? Is often the first person with whom the patient has with the medical facility. ഒരു മെഡിക്കൽ ഫെസിലിറ്റി, മെഡിക്കൽ സൗകര്യത്തിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ പേഷ്യൻസ് ചെല്ലുമ്പോൾ അത് നമ്മൾ ആദ്യം കാണുന്ന വ്യക്തി അല്ലേ? ആദ്യം കാണുന്ന വ്യക്തി ഫസ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, നോടി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ, കുഴപ്പമില്ല. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൺ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് ദ പേഷ്യന്റ് ഹാസ് വിത്ത് ദ മെഡിക്കൽ ഫെസിലിറ്റി. ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്.
receptionist. Giving patients individual attention can go a long way in establishing their positive experience with the facility. Giving patients individual attention. ഇനി ആ പേഷ്യൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം അല്ലെ, ഓരോ വ്യക്തികളെയും നമുക്ക് ശ്രദ്ധ കൊടുക്കണം. Can go a long way in establishing their positive experience with the facility. ഓരോ വ്യക്തിയെയും അവിടെ നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവിടെ സർവീസ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സ്ഥാപിക്കാൻ പറ്റും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ വളരെ ഇതാണല്ലേ. നമ്മളിപ്പോ ഒരു 100 പേരുണ്ട്, അപ്പൊ അതിനകത്ത് ഓരോരുത്തരെയും നമ്മളൊരു ശ്രദ്ധ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോ എല്ലാവരെയും വിളിച്ചിട്ട് കുറച്ച് പേരുകളെ ഒന്ന് വിളിക്കുമ്പോ അവർക്കൊരു ഇതില്ലേ, നമുക്കൊരു ഇൻഡിവിജ്വൽ നമുക്കൊരു ശ്രദ്ധ കിട്ടുക എന്ന് പറഞ്ഞത് അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു ഗ്രൂപ്പ് ചെന്നാൽ ഓരോ വ്യക്തികളെയും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അവിടെ ശ്രദ്ധ കൊടുക്കണം. ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഓരോ വ്യക്തികളെയും നമ്മുടെ വ്യക്തിപരമായി പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവിടെ സർവീസ് കൊടുക്കേണ്ടത്. അപ്പൊ അതെന്ത് ചെയ്യും, ആ ഒരു ഫെസിലിറ്റി അവിടെ നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ്, ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് അതിലൂടെ സ്ഥാപിക്കാൻ കഴിയും. ക്ലിയർ ആയോ? എന്നൊക്കെ പറഞ്ഞേക്കണ പോയിന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. കസ്റ്റമർ സർവീസ് ക്ലയന്റ് സർവീസ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് കസ്റ്റമർ സർവീസ്? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് കസ്റ്റമർ സർവീസ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റി ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ കസ്റ്റമർ സർവീസ് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും അത് പറഞ്ഞു. പിന്നെ അടുത്ത മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ദ ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് ദ പേഷ്യന്റ് ഹാസ് വിത്ത് ദ മെഡിക്കൽ ഫെസിലിറ്റി. ആ ഒരു സെന്റൻസ് പറഞ്ഞു. അണ്ടർലൈൻ ചെയ്തിടല്ലേ നിങ്ങളൊപ്പം. ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. ടെക്സ്റ്റ് ഉള്ളവര് ആ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് CRM? CRM ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എക്സാമിന് നമുക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണം ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്തായാലും ഇതുപോലെ. എന്താണ് എക്സ്പാൻഡഡ് ഫോം എഴുതാൻ. നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. എക്സ്പാൻഡ് CRM എക്സ്പാൻഡഡ് ഫോം എന്താ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എന്താണ് CRM എന്ന് പറയുന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്ലൈ ചെയ്തേ. CRM stands for Customer Relationship Management. As the name indicates, പേര് പോലെ തന്നെ CRM software is a system for managing relationship with the customers. കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസും കൂടി. കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. ഇപ്പൊ എല്ലാം ടെക്നോളജി ഡെവലപ്പ് ചെയ്തില്ലേ? ഹോസ്പിറ്റലിലൊക്കെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി അല്ലേ? അപ്പൊ കസ്റ്റമറുമായിട്ട് അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മൾ ഡോക്ടറെ കാണണം, നമുക്ക് മരുന്നുകൾ, ഇതെല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എഴുതലും കുത്തലൊന്നും അധികം ഇല്ല, എല്ലാം സിസ്റ്റത്തിൽ അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്താൽ തന്നെ പേഷ്യൻസിന് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും അല്ലെ. എന്തിനാ CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്? CRM software is a system for managing relationship with the customers. Underline ചെയ്തോ? Okay. എല്ലാവരും അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? വിശക്കുണ്ടോ? ഭക്ഷണം കഴിക്കാറായോ? വിശക്കുണ്ടോ ആർക്കെങ്കിലും? വിശക്കുണ്ടോ? ബോറടിക്കണ്ടോ? ഇല്ല, വിശക്ക. രാവിലെ എന്താ വെച്ചേ? ഹെവി ആയിട്ടാണോ വെച്ചേ വിശക്കാതിരിക്കാൻ? ഓക്കെ, ഇപ്പൊ ഒരു 10 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ. നമ്മളൊരു ഏകദേശം ഒരു 2-2.5 പേജ് വെച്ചിട്ട് ഏകദേശം ഒരു ദിവസം പോയാലാണ് നമുക്ക്
നിങ്ങളുടെ ആ പറഞ്ഞ സമയത്ത് നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇപ്പോഴും കിട്ടാത്തവരുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പതുക്കെ പോകണം കേട്ടോ. അണ്ടർലൈൻ ചെയ്തൊക്കെ അത് നോട്ട് ചെയ്യാനുള്ള സമയം വേണ്ടേ. മാക്സിമം 2-2.5 പേജ് നമ്മൾ എടുത്താലാണ് നമുക്ക് ആ സമയത്തിന് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും. അപ്പോഴേക്ക് നമുക്ക് 3 മാസം കൊണ്ട് നമുക്കിത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ട്, എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ ഒന്നുകൂടെ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞത് CRMന്റെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു. പിന്നെ എന്താണ് CRM സോഫ്റ്റ്വെയർ? എന്താണ്? കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. നോക്കിയേ, വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? 13 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് മോഡ്യൂൾ കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിലില്ലേ? ടെക്സ്റ്റിലില്ലേ? നിങ്ങൾ നോക്കിയില്ലേ ടെക്സ്റ്റ്? ടെക്സ്റ്റ് ഇല്ലാത്തവരാണോ ചോദിച്ചത്? 4 ടെക്സ്റ്റ് ആയിട്ടല്ലേ നിങ്ങളുടെ കയ്യില്? 4 ടെക്സ്റ്റ് ആണ്. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിനും ഓരോ ടെക്സ്റ്റ്. ഒന്നാമത്തെ ഇതില് നമുക്ക് 13 ചാപ്റ്റർ കേട്ടോ. ഓക്കെ, നോക്കിയോടെ, ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ കിട്ടിയില്ല അല്ലെ? എനിക്ക് ഇനിയും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ? ലൈറ്റ് ആണേലാവോ എങ്കിലും ടെക്സ്റ്റ് പാടുത്ത് തന്നെ കിട്ടുന്നില്ല കേട്ടോ. Healthcare customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by third parties. ഒന്ന് ശ്രദ്ധിച്ചേ, നോക്കി, CRM, the Healthcare Customer Relationship Management, Healthcare CRM എന്ന് പറഞ്ഞ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഈ സോഫ്റ്റ്വെയർ എന്താ? അതിനകത്ത് എന്താ ഉള്ളത്? കംപ്ലീറ്റ് ഡേറ്റാബേസ് ഓൺ എ പേഷ്യന്റ്. നമ്മുടെ പേഷ്യൻസിന്റെ എല്ലാ ഡേറ്റാസും, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പേര്, അഡ്രസ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഏത് ഡോക്ടറെ കണ്ടേ, എന്താണ് അവർക്ക് കൊടുത്ത മെഡിസിൻസ്, ഇത് അടങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസും ഡേറ്റയും എന്ത് ചെയ്യുന്നു? അവിടെ റെക്കോർഡഡ്, അവിടെ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അത് അവരെ സൂക്ഷിച്ചു വെക്കും. എങ്ങനെയാ? സെക്യൂർലി, സുരക്ഷിതമായി. CRM എന്നുള്ളത് അതിന്റെ 2 സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. CRMന്റെ എക്സ്പാൻഡഡ് ഫോമും അതിന്റെ നെയിം എന്താ പറയണേന്നുള്ളത് കേട്ടോ. മാനേജിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമർ, CRM സോഫ്റ്റ്വെയർ. ഇനി അടുത്ത് നോക്കിയാ, അപ്പൊ ഇത് ഇങ്ങനെ എന്താ? CRM, ഈ ഹെൽത്ത് കെയർ CRM ആ സോഫ്റ്റ്വെയർ, CRM സോഫ്റ്റ്വെയറില് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എല്ലാ ഡേറ്റാസും അവിടെ സുരക്ഷിതമായി റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് cannot be accessed by third parties. മൂന്നാമതൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പൊ നിങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവിടെ ആ സിസ്റ്റത്തില് എന്താ പറയാ, സെക്യൂർ ആയിരിക്കും, സുരക്ഷിതമായിട്ടിരിക്കും. നമ്മുടെ ഇൻഫർമേഷൻ വേറെ ആർക്കും ഒന്നും കൊടുക്കൊന്നുമില്ല. തേർഡ് പാർട്ടിക്ക് വേറൊരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. Okay, the CRM medical software can easily provide the information required to the patient through text, phone calls or email from anywhere, anytime. കണ്ടോ, എവിടെ നിന്നാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് ഫോൺ കോൾ വഴി, ഇമെയിൽ വഴി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ ഈ CRM മെഡിക്കൽ സോഫ്റ്റ്വെയറിന് കഴിയും. കണ്ടോ, സോഫ്റ്റ്വെയർ ക്യാൻ ഈസിലി പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു ദ പേഷ്യന്റ്. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങള്, ഹോസ്പിറ്റലില് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് കൊടുക്കാൻ ഈ CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ വഴി കഴിയും. അത് ടെക്സ്റ്റുകളായിക്കോട്ടെ, ലെറ്റേഴ്സിലായിക്കോട്ടെ, ഫോൺ കോളിന്റെ രീതിയിൽ, ഇമെയിൽ ആയിട്ട്, എവിടെ നിന്നും ഏത് സമയത്തും പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള, പെട്ടെന്ന് തന്നെ അവിടെ വെയിറ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് എടുക്കട്ടെ, ചീട്ട് എടുക്കട്ടെ, ചാർട്ട് എടുക്കട്ടെ, നോക്കട്ടെ, അങ്ങനെയുള്ളതൊന്നും ഇല്ല. അവിടെ നമുക്ക് എന്താ കാര്യം വേണ്ട, ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എടുക്കാൻ പറ്റും. അവരുടെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഇതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ അത് പേഷ്യൻസിന് കൊടുക്കാൻ കഴിയുന്നു. നോക്കിയേ, അടുത്ത എന്താ പറയാ, ഫർദർ മോർ, അതിലുപരിയായിട്ട് ദിസ് ഇൻഫർമേഷൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ ഹോസ്പിറ്റൽ ടു കീപ് ദം ഇൻഫോംഡ് ഓൺ പേഴ്സണലൈസ്ഡ് കെയർ ആസ് എ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് മെഷേഴ്സ്. ഈ ഇൻഫർമേഷൻ എന്താണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഈ ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഇൻഫർമേഷൻ can also be used by hospital to keep them informed a personalized care as a type of marketing measures. Marketing നടപടി എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് മാർക്കറ്റിംഗ് നടപടി എന്ന നിലയിൽ ഒരു പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ പരിചരണത്തെ കുറിച്ച് അറിയാനായിട്ട് ഈ ഇൻഫർമേഷൻ ഹോസ്പിറ്റലിലും അത് ഉപയോഗിക്കുന്നുണ്ട്. CRM in the healthcare not only stores patient contact information. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് അവിടെ. CRM in healthcare not only stores the patient contact information. പേഷ്യന്റിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല സ്റ്റോർ ചെയ്യുന്നത്, but also give a comprehensive എന്ന് വെച്ച മീനിങ് എന്താ? സമഗ്രമായ, കോംപ്രിഹെൻസീവ് സമഗ്രമായ comprehensive overview of their medical history. അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താ, അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? CRM ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. പേഷ്യന്റിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, അവർക്ക് കൊടുത്തേക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ്, എന്തൊക്കെയാണ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, പ്രിസ്ക്രിപ്ഷൻസും എല്ലാവരും ഇത് സ്റ്റോർ ചെയ്തിട്ട് ആ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. CRM സോഫ്റ്റ്വെയർ ആ സിസ്റ്റത്തിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും. എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്, ഏത് ഡോക്ടറിനെയാണ്, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, എന്ത് പ്രിസ്ക്രിപ്ഷൻസ് ആണ് അവർക്ക് കൊടുത്തത്, ഇതെല്ലാം ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. Then as well in short, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ the availability of medical CRM help the healthcare industry to offer instant services, solution and improve the overall performance of the hospital. കണ്ടോ, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ CRM എന്ന ആ സോഫ്റ്റ്വെയറിന്റെ ഒരു ലഭ്യതയിലൂടെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കാൻ പറ്റും? ഓഫർ ഇൻസ്റ്റന്റ് സർവീസ്. ഇൻസ്റ്റന്റ് ആയിട്ട് ലൈക് അപ്പം തന്നെ ഉടനടി നമുക്ക് ആ ഇൻസ്റ്റന്റ് ആയിട്ട് സർവീസുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ്, നമ്മുടെ മൊത്തത്തില് ഹോസ്പിറ്റലിലെ ഓവറോൾ പെർഫോമൻസ്, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ CRM സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയിലൂടെ നമുക്ക് കഴിയും. എന്താ പറഞ്ഞേക്കുന്നേ? ആസ് ഇൻ ഷോർട്ട് നമ്മൾ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? CRM as well in short, the availability of the medical CRM സോഫ്റ്റ്വെയറിന്റെ ലഭ്യത ഇതിനെ സഹായിക്കുന്നു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ടു ഓഫർ ഇൻസ്റ്റന്റ് സർവീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ഉടനടി അല്ലെ നമ്മുടെ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടും. നമ്മൾ വെയിറ്റ് ചെയ്യിക്കോ, ക്യൂ നിൽക്കോ, അല്ലെങ്കിൽ വേറെ റെക്കോർഡ് നോക്കാൻ പോകുമോ, ഇതൊന്നും വേണ്ട. പിന്നെ അതെന്തെങ്കിലും സൊല്യൂഷൻസ് നമ്മുടെ ഓവറോൾ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ CRM സോഫ്റ്റ്വെയർ ലഭ്യതയിലൂടെ സഹായിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. The availability of medical CRM helps health industry to offer dash instant services, solution and improve overall performance of the hospital. അത്രയാണ് ആ ഒരു ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ. അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത് ഇടുന്ന പോയിന്റ്സുകൾ പ്രത്യേകം നിങ്ങൾ പഠിക്കാം കേട്ടോ. നമ്മൾ ഓവറോൾ എന്താ പറഞ്ഞത്? നമ്മള് ഈ എന്താണ് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞത് ആരാണ്, എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്, അത് ഏത് വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, കസ്റ്റമർ സർവീസ് എന്താണ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ് എന്ന് പറഞ്ഞു. എന്താണ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. പർച്ചേസിന് മുമ്പ്, പർച്ചേസിന് ശേഷവും, പർച്ചേസ് സമയത്തും ഒക്കെ കൊടുക്കുന്ന ഒരു സർവീസ് ആണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ CRM എന്താണ്? CRM എന്ന് പറഞ്ഞ എന്താ? ഒരു സോഫ്റ്റ്വെയർ അല്ലെ? CRM എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM സോഫ്റ്റ്വെയർ. CRM സോഫ്റ്റ്വെയർ കസ്റ്റമറുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പൊ അതിനകത്ത് കസ്റ്റമറിന്റെ എല്ലാ ഡീറ്റെയിൽസും അല്ലെ, കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല എന്ന് പറഞ്ഞു. എന്താണ്? മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്,
ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ CRM സോഫ്റ്റ്വെയറിന്റെ ലഭ്യതയിലൂടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് പെട്ടെന്നുള്ള സർവീസുകൾ കൊടുക്കാനും എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കാനും ഈ CRM സോഫ്റ്റ്വെയറിലൂടെ സഹായിക്കും. അതിപ്പോ എവിടെയാണെങ്കിലും നമുക്ക് ആ കസ്റ്റമറുമായിട്ട് നല്ല രീതിയിൽ അല്ലെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഡീലിങ്സ് കാര്യങ്ങൾ വേറെ എനി ടൈം ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ CRM സോഫ്റ്റ്വെയർ വഴി കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ഇത്രയും ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു വെക്കാം. എല്ലാവരും വായിക്കണല്ലേ? അന്ന് തന്നെ എടുക്കുന്ന കാര്യങ്ങൾ വായിച്ചു വെക്കുന്നില്ലേ? ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ ചാപ്റ്റർ? എളുപ്പമല്ലേ? കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയണേ? എളുപ്പമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഒന്നുകൂടി പറയാനോ? മനസ്സിലാവുള്ള സ്പീഡ് കൂടുതലാവുന്നുണ്ടോ? 2 പേജെങ്കിലും നമ്മൾ ഒരു ദിവസം നമ്മൾ നോക്കിപ്പോണം. അല്ലെങ്കിൽ നമുക്ക് അത്രയും പോർഷൻസ് തീരില്ല. മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണല്ലേ? ബാക്കി നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് കുറച്ച് പോയിന്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.